പോലീസ് വീഴ്ചയിൽ ലഹരിക്കേസ് പ്രതിക്ക് ജാമ്യം. തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണൻ എന്ന പ്രതിക്കാണ് ജാമ്യം ലഭിച്ചത്. പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന പോലീസ് വീഴ്ച പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. വാദം പരിശോധിച്ച തിരുവനന്തപുരം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി. ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് കോടതി. അജ്മൽ ദിറാർ വിവരങ്ങളുമായി. അജ്മൽ ദിറാർ, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി പരിശോധനകളും ഒപ്പം തന്നെ പിടികൂടലുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്. വിവരങ്ങൾ അനുജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെമ്പാടും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിട്ട് ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഈ ലഹരിക്കടത്തിന്റെ കണ്ണികളായവരെ പോലീസ് തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ചയെ തുടർന്ന് ഒരു ലഹരിക്കേസ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ വരുന്ന വിവരം, ജൂൺ 4-ാം തീയതി പോത്തൻകോട് പോലീസ് അനന്തകൃഷ്ണൻ എന്നൊരു ലഹരിക്കേസ് പ്രതിയെ 18.71 ഗ്രാം MDMA-യുമായി പിടികൂടുന്നുണ്ട്. ഇയാളെ വൈകിട്ട് 3:15 പോലീസ് 3:15 പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്നാൽ 5:15 അതായത് പിറ്റേ ദിവസം 5:15 ഇയാളെ ഈ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്. പിന്നാലെ കോടതിയിൽ ജാമ്യം തേടിയെത്തിയ ഈ അനന്തകൃഷ്ണൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കസ്റ്റഡി കാലാവധി എന്നത്, അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്ന പ്രതിക്കുള്ള മൗലികാവകാശം ഇവിടെ ലംഘിക്കപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ഇത് പരിശോധിച്ച കോടതി ഈ കർശന ഉപാധികളോടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പുറത്തോട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഗുരുതര വീഴ്ചയാണിത്. പ്രത്യേകിച്ച് ഈ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത MDMA കൊമേഴ്സ്യൽ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക തരത്തിൽ അളവിലുള്ള ലഹരി പദാർത്ഥമാണ്. അത് കൃത്യമായി ഈ ഗുരുതരമായ ശിക്ഷാവിധികൾ ഇയാൾക്ക് വിധിക്കാൻ തക്ക തരത്തിൽ പാകത്തിലുള്ള കുറ്റകൃത്യവുമാണ്. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വീഴ്ച വന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു ലഹരി കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ചകൾ കൂടുതൽ വരാതെ കൂടുതൽ കർക്കശത്തോടെ ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം കൂടി ഈ സാഹചര്യത്തിൽ കോടതി നൽകിയിട്ടുണ്ട്. അനുജ, ശരി. അജ്മൽ ദിറാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.